വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് എവിടോട്ടാ പോകുന്നേ? എസ് മോളിൽ പോവാണ്, ഡിമാർട്ടിൽ പോവാണ്. കുറച്ച് സാധനമൊക്കെ വാങ്ങണം. ഞങ്ങൾക്ക് സൈക്കാട്രി ഡ്യൂട്ടി എത്തി. അപ്പം അതിന് ഞങ്ങൾ ഇവിടുന്ന് എവിടോട്ടാ പോകുന്നേ? കടബംസിൽ. അവിടെ രണ്ടുപേര് നിൽപ്പുണ്ട്. എന്താ ഞങ്ങളെ വീഡിയോയ്ക്ക് കാണിക്കാത്തതെന്നൊക്കെ പറഞ്ഞിരുന്ന് അലയ്ക്കുന്നുണ്ട്. നമുക്ക് അവരെ നോക്കൂ. എങ്ങനെയുണ്ട്? ഹായ്. അപ്പൊ ഇവര് വേറെ വഴിക്ക്, ഞങ്ങൾ വേറെ വഴിക്ക്. പക്ഷെ നമുക്ക് ഒരു ഹോട്ടലല്ലേ പോണ്ടേ? അതെ, ഒരു ഹോട്ടലിൽ പോയിട്ട് എല്ലാവരും എൻ്റെ ഹെയർ സ്റ്റൈൽ കോപ്പി അടിച്ച്. അവളുടെ ഹെയർ സ്റ്റൈലാണ് ഈ സാധനവും കൊണ്ട് അവളും കെട്ടിയേക്കുന്നത്. പക്ഷെ അവസാനം അവൾക്ക് മാത്രം ഹെയർ സ്റ്റൈലില്ല. ഒരു രോദനം. ഇന്ന് ഞങ്ങൾ അവിടെ പോയിട്ട് എന്തൊക്കെ അങ്ങനത്തെ കുറേ സാധനം ലിസ്റ്റൊക്കെ എഴുതണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ലിസ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല. അവിടെ ചെന്നിട്ട് തപ്പിപ്പറക്കി ഇനി എടുക്കണം. നമ്മൾ ഈ പാലത്തിൽ കൂടെ വേണം നമുക്ക് റോഡിലെത്താൻ. ആ റോഡിലെത്തിയിട്ട് വേണം ഓട്ടോ പിടിച്ച് പോകാൻ. ഇവിടുന്ന് ഓട്ടോ കിട്ടും, പക്ഷെ അവർ അന്യായ പൈസ ചോദിക്കും. എന്തിനാ വെറുതെ അത്രയും പൈസ വരുന്നത്? അല്ലെ തന്നെ പിശുക്കിയാണ് നമ്മൾ ജീവിക്കുക. ഇവരൊക്കെ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾ എസെൻഷ്യലി അതെ ഇന്ന് മാത്രം അടുത്ത ആഴ്ച ഞാൻ ഇവരെ ഒന്ന് കാണിച്ചു തരാം. ഏത് സമയം കയറി കിടന്ന് ഉറങ്ങുന്നതാണ്. ഇതൊക്കെ ഞാൻ ഞങ്ങൾക്ക് പൈസ തന്നിട്ട് സഹായിക്കണം. യൂട്യൂബർ ആയി കഴിയുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് സഹായിക്കുന്നതാണ്. ഇപ്പം നമ്മളുടെ ഇതുപോലെ ഇരിക്കും ഞങ്ങളുടെ വയറും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ച് ഞങ്ങളുടെ വയറും നിറയും. അതെ, അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഇവിടുത്തെ തടാകമാണ്. ഈ തടാകം കഴിഞ്ഞ് ഈ പാലത്തിൽ കൂടെ വേണം നമുക്ക് അങ്ങ് പോവാൻ. ദേവ നമ്മളെ നോക്കി അവിടെ നിൽപ്പുണ്ട്. ഭയങ്കര കാറ്റാ അല്ലേ? ഞങ്ങൾ റോഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ മുടി കെട്ടിയൊക്കെ പോകും. എത്ര മുടി കെട്ടിയാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരത്തില്ല. എന്താണെന്നറിയത്തില്ല. അതെ, ദേവ ഒരു ദിവസം ഉണ്ടെങ്കിൽ അവളൊരു 1000 വട്ടം മുടി അഴിച്ചും കെട്ടി നടക്കും. എന്നെക്കൊണ്ട് ഇത്ര പണിയൊന്നും പറ്റത്തില്ല. ഞാൻ ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മുടി തൊടാൻ മടിയാ. ഇനി സമയം ഇപ്പം എന്നായി? സമയം ഇപ്പം 3. ഞങ്ങൾ ഇറങ്ങിയപ്പം 3:30 എത്രയെങ്ങാണ്ടായി. ഇനിയും വേണം അവിടെ പോയിട്ട് ഇനി തിരിച്ചു വരണം. കുറച്ച് ദൂരം ഇതുവരെ വണ്ടി എടുക്കുന്നില്ല. ഡയറക്റ്റ് എസ് മോളിലേക്ക് ഞങ്ങൾക്ക് ബസ്സല്ല, ഓട്ടോ പോകുന്നില്ല, സീറ്റിന് പോകുന്നില്ല. അപ്പം ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ തന്നെ ഇറങ്ങിയിട്ട് അടുത്ത ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ പോവാം. പക്ഷെ ഞങ്ങൾ ഇറക്കി വിട്ടു കഴിയും. കാരണം ഫോൺ പേ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഫോൺ പേ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അടുത്ത ഓട്ടോയിൽ കയറി. बस स्टैंड लास्ट डायरेक्ट 20 ബസ് സ്റ്റാൻഡിൽ കയറുവാണ്. 3 ചക്രവണ്ടി അങ്ങനെ ഓട്ടോയിൽ പോവുകയാണ്. ബസ്സുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ കുറച്ച് സമയത്തുള്ളൂ. പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങളിനി പോവാ. ഭയങ്കര കാറ്റ്. നമ്മളങ്ങനെ ഡെസ്റ്റിനേഷനിലെത്തി. അതാണ്ടേ, അതെപ്പം വേണേലും എടുക്കാം. ഞങ്ങളങ്ങനെ എസ് മോളിലെത്തി. വന്നപ്പോഴത്തേക്ക് കോലം ഒരു പരിവായി.
ടാറ്റ. ഇത് നമ്മളേക്ക് പറയും. ആണല്ലേ, മുസ്ലിംസിനെ എടുത്ത് അവർ ചീത്ത പറയും. ഈ കാസ്റ്റ് ദൈവമേ, ഇനി അങ്ങനെ പറഞ്ഞിട്ട് അവർ എന്നെ വഴക്ക് പറയും. അങ്ങനല്ല, ഇവിടെ ചിലർക്ക് ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമല്ല. അപ്പം അവരെ നമ്മളിങ്ങനെ ബ്ലോഗിനകത്തൊക്കെ ആക്കി കഴിഞ്ഞാൽ ഞാൻ അവിടെ വായിരിക്കുന്ന കേൾക്കേണ്ടി വരും. ചിലപ്പോൾ തല്ലൊക്കെ കിട്ടിയതിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഓരോന്നൊക്കെ ചെയ്യാം. മഞ്ഞ വണ്ടി ആരെയാടി എസ് മോളിൽ എത്തിയിരിക്കുന്നു. ഇവിടെ ഫുഡിൻ്റെ ഒക്കെ മോട്ടോ അടിച്ചിട്ട് എനിക്ക് വിശക്കുന്നു. അയ്യോ, ഞങ്ങൾ ഡിമാർട്ടിലോട്ടാട്ടോ പോകുന്നേ, കാരണം സാധനം വാങ്ങാം. MRP 230 ബിസ്ക്കറ്റ് ഒക്കെ കണ്ടില്ലേ? 145 രൂപയുള്ളോ? സാധാരണ 230 രൂപ. 145 രൂപയേ ഉള്ളൂ ഇത്ര വലിയ ചോക്കോ പൈക്ക്. പിന്നെ വരാം, നമുക്ക് ബിസ്ക്കറ്റ് ഒക്കെ ലാസ്റ്റ് എടുക്കാം. എനിക്ക് ബിസ്ക്കറ്റ് കഴിക്കാൻ തോന്നുന്നു. എന്ത് കണ്ടാലും വേണം. എന്തിനാണോ ഇങ്ങനെ? ഇൻസ്റ്റയിലൊക്കെ സാധനമൊക്കെ വാങ്ങിച്ചു പോവാ. 5:40 6 മണി എടുക്കാറായി. ഇനിയിപ്പം ഫുഡൊക്കെ കഴിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല. കാരണം അതുപോലെ താമസിച്ചു സാധനം വാങ്ങിച്ചിട്ട് വന്നപ്പോഴത്തേക്ക്. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.